ആദ്യമായിട്ട് ഞാനൊരു ഫീഡ്ബാക്ക് ചോദിച്ചോട്ടെ. നമ്മുടെ നിയ ആരാധ്യ ദേശ് എന്ന് പറഞ്ഞ രാഗത്തിനോട് പ്രത്യേകിച്ച് ഒരു ഇഷ്ടമുണ്ടോ എന്ന് എനിക്കൊരു സംശയം. കാരണം നീലക്കുറിഞ്ഞുകളുമായിട്ട് നേരത്തെ വന്നു, അതും രവീന്ദ്ര മാസ്റ്റർ ആയിരുന്നു അല്ലെ. അപ്പൊ ഇത് രണ്ടാമത്തെ ദേശാണ് കേൾക്കണ ദിയുടെ. ദിക്ക് അത് കറക്റ്റ് ആയിട്ട് ചേരുന്നുണ്ട്. അതിന്റെ മൂവ്മെന്റ്സ് ഒക്കെ ഈ വോയിസിൽ വരുമ്പോഴത്തേക്കും വളരെ പ്ലസന്റ് ആയിട്ടും നല്ല രീതിയിൽ ഇങ്ങനെ ഉയർന്നു വരുന്ന എന്തൊക്കെയോ ഇമോഷൻസ് നമുക്ക് ഈ മുല്ലപ്പൂവിന്റെ വാസന പോലെ ഇങ്ങനെ വരുന്നുണ്ട്. അത് സഭാഷ. ഇന്നത്തെ പെർഫോമൻസിൽ മറ്റു പെർഫോമൻസസിനും വ്യത്യാസമായിട്ട് ഞാൻ കാണുന്ന ചെറിയ ചെറിയ സ്ലിപ്സ് ഉണ്ട്. ഇപ്പൊ തുമ്പിൽ എന്ന് പാടില്ലേ, അതെങ്ങനെയാ പാടി? അതില് അത് ഓരോ നോട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. അത് കറക്റ്റ് ആയിട്ട് വന്നാൽ ആണ് ഈ പാട്ട് നന്നാവുക, സംശയമില്ല. അപ്പൊ മാഷുണ്ടായിരുന്നു, ഈ മാഷിനോട് ചോദിക്കായിരുന്നു, മാഷെ തുമ്പിലിന് എന്തിനാണ് ഇത്ര ദിവസം എന്ന് ചോദിക്കാം. പാവം, അതുകൊണ്ടല്ലേ ദിയക്കുട്ടിക്ക് അവിടെയൊക്കെ കഷ്ടപ്പാട് വരുന്നത്. ദിയക്കുട്ടി കഷ്ടപ്പെടുത്താൻ തുമ്പ് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ വീട് ബ്യൂട്ടിഫുൾ ആണ്. അതുകൊണ്ട് അങ്ങനെ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്തായിരിക്കും ചിലപ്പോ. മാഷ് പറഞ്ഞിട്ടുണ്ടാകും ഇങ്ങനെ. ഇല്ല, എനിക്ക് ഇമാജിൻ ചെയ്യുമ്പോ അങ്ങനെ വരണേ തളിരില്ല. അതാണ് ആ തുമ്പിൽ അത് വന്നില്ലെങ്കിലാണ് അല്ലെ. ആ തുമ്പിൽ സംഗതി വേണം. സംഗതി എവിടെയാണോ വേണ്ടത്, അത് ഏത് രീതിയിലാണോ വേണ്ടത്, ആ രീതിയിലാണ് മാസ്റ്റർ ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അതാണ് ദിയക്കുട്ടി പാടാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട 3 ഇടങ്ങളുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് മേഘപടം. അതെങ്ങനെയായിരുന്നു? എപ്പോഴും രണ്ടാമത് പാടാൻ പറയുമ്പോഴത്തേക്കും ആദ്യം പാടി പോലെ വരാറില്ല. ഇനി അടുത്ത സംഗതി ഈ സംഗതിയെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു പാടിയപ്പോ. ആ ടേക്കിൽ നന്നായിരുന്നു. പിന്നെ രാവിന്റെ കവിളില് എന്ന് പാടിയില്ലേ, സൂപ്പർ. പിന്നെ ആ വൈഡൂര്യം എന്ന് പാടിയപ്പോഴത്തേക്കും അതിലിങ്ങനെ ഒരു പ്രത്യേക ഒരു ഡൈനാമിക്സിൽ പാടിയില്ലേ, അതെങ്ങനെയായിരുന്നു? അത് ഭയങ്കര രസമുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു സർക്കുലർ മോഷൻ, അത് ഭയങ്കര, അത് വൈഡൂര്യം പോലെ തന്നെ ഉണ്ടായിരുന്നു. ഒഴുകി ഒഴുകി നമ്മളെ ഒഴുകി കൊണ്ടുപോയി. ഈ വരാൻ പോകുന്ന നല്ല നാളുകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അതെ, എന്തായാലും വളരെ മധുര മനോഹരമായി പാടി. ഇന്നിപ്പോ എന്തോ കുറച്ച് നിർഭാഗ്യവശാൽ അവിടെയൊക്കെ കുറച്ച് സ്ലിപ്സ് ഉണ്ടായി. പ്രത്യേകിച്ച് എനിക്ക് വലിയൊരു സ്ലിപ്പ് തോന്നിയത് ഇന്ദ്രജാലങ്ങളാൽ. അത് കറക്റ്റ് ആയിട്ട് അപ്പൊ അതൊന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് വരണം തോന്നി. അതൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ബാക്കിയെല്ലാം വളരെ 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 മനോഹരമായിട്ട് പാടി. നല്ല ഫീൽ ഉണ്ടായിരുന്നു. ഇപ്പൊ എം ജെ അങ്കിൾ പറഞ്ഞ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞ കുറച്ച് ഭാഗങ്ങളിൽ മേഘപടം അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. കുറെ ദിയക്കുട്ടിയുടേതായിട്ടുള്ള കുറെ സിഗ്നേച്ചേഴ്സ് ഉണ്ട്. വെരി ഗുഡ്. നമ്മൾ ഇതിലും കൂടുതൽ പ്രതീക്ഷിക്കുന്നു അടുത്ത വരവിലെല്ലാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എനിക്ക് ദിയക്കുട്ടിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ പറയട്ടെ, വേണമെങ്കിൽ ഈ റൗണ്ടില് ദിയക്ക് സിമ്പിളായി പോലെ പാടാൻ പറ്റുന്ന പാട്ട് അവർക്ക് ചൂസ് ചെയ്യാം. പക്ഷേ ദിയ is choosing to challenge herself, which is the best thing that you are doing. അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. കഴിഞ്ഞ പെർഫോമൻസ് ദിയ സ്വയം ഒരു ചാലഞ്ചായി എടുത്ത് അടുത്ത പാട്ടിന്റെ സെലക്ഷൻ അവർക്ക് എവിടെയാണോ ബുദ്ധിമുട്ട് വരും അല്ലെങ്കിൽ പഠിക്കാൻ എന്തെങ്കിലും ഉണ്ടാവും എന്ന് തോന്നുന്ന പാട്ടുകളാണ് ദിയ ചൂസ് ചെയ്യുന്നത്. അമേസിംഗ്. ഒരു സംശയമില്ല ദിയക്കുട്ടി. എനിക്ക് അതാണ് എനിക്ക് ഇന്നത്തെ ഹൈലൈറ്റ് ആയിട്ട് ദിയയുടെ പെർഫോമൻസിൽ തോന്നിയത്. ഓക്കെ, അപ്പൊ കീപ് ഗോയിങ്. 98.75 out of 10. Thank you so much.